താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. പത്തനംതിട്ടയിലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നദികളിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ നമ്മുടെ പ്രതിനിധികളൊപ്പം ചേരുന്നു. നമുക്കൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പ്രദീപ് ജോസഫ് ആണുള്ളത്. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഈ എടവനക്കാട് ഒരുപാട് ദുരിതം വിതച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മഴ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രദേശവാസികൾ ഇപ്പോഴും സമരത്തിൽ തന്നെയാണോ? ഇന്ന് ഹർത്താൽ സമാധാനപൂർണ്ണമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ആദ്യം ജില്ലയിലെ പൊതു കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ രാവിലെ മുതൽ സാമാന്യം നല്ല തെളിവ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ദൃശ്യത്തിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു. ഇതുവരെ മഴ നേരിയ ഒരു ചാറ്റിലൊഴികെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ജില്ലയിൽ ഏതാണ്ട് എല്ലായിടത്തും തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. ഒരിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുമില്ല. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം കടലാക്രമണം രൂക്ഷമായതിൻ്റെ പേരിലാണ് എടവനക്കാട് ചെല്ലാനം മേഖലകളിൽ ജനകീയ പ്രതിഷേധവും രൂക്ഷമായിരിക്കുന്നത്. എടവനക്കാട് മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എടവനക്കാട് മേഖലയിൽ പലയിടത്തും കടൽ ഭിത്തി അല്ലെങ്കിൽ പുലിമുട്ടില്ല. അതുമൂലം രൂക്ഷമായ കടലാക്രമണമാണ് വർഷങ്ങളായി അനുഭവപ്പെടുന്നത്. ഓരോ മഴക്കാലത്തും ഓരോ വർഷകാലത്തും കടലാക്രമണത്തിൽ വീട് വിട്ട് അഭയം തേടേണ്ടി വരുന്ന ആളുകളുടെ ഒരു പ്രതിഷേധമാണ് ഈ ഹർത്താൽ എന്ന് പറയാം. ഹർത്താൽ എന്നതിനെ ഒരു ജനകീയ സമരമുറ എന്നൊന്നും പറയാനാവില്ല. എങ്കിൽ പോലും ഒരു ജീവൽ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 7 മണി മുതൽ വൈകുന്നേരം 6-7 മണി വരെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. സബ് കളക്ടർ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് കളക്ടർ സ്ഥലത്തെത്തി. ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ പ്രകടനം ഇവിടെ തുടങ്ങുകയും ചെയ്തു. നേരത്തെ സുനാമി ഉണ്ടായപ്പോൾ ഉൾപ്പെടെ വലിയ നാശനഷ്ടം നേരിട്ട വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന പ്രദേശമാണ് ഈ എടവനക്കാട് മേഖല എന്ന് പറയുന്നത്. അതിന് ഇനിയും മാറ്റമൊന്നുമില്ല. ഇനിയും ഇത്തരം കടൽക്ഷോഭം ആവർത്തിക്കാൻ അനുവദിക്കില്ല. അതായത് അതിനെ തടയുന്നതിന് വേണ്ടി നടപടി വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഈ സമരം ഏതറ്റം വരെ പോകാനാണ് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഈ സമരം ഏതറ്റം വരെ പോകാനാണ്? ഈ സമരം എന്ന് വെച്ചാൽ നമ്മുടെ വിജയം കാണുന്നത് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു 20 വർഷക്കാലമായിട്ട് ഇവിടുത്തെ തീരദേശവാസികൾ വളരെ രൂക്ഷമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഏകദേശം ഒരു 25 മൃതശരീരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഒരു തീരുമാനം മാറി വരുന്ന ഈ ഇപ്പോൾ 20 വർഷമായിട്ട് മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ സുനാമി അടിച്ചു, പ്രളയം വന്നു. ഇതിലൊന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ തന്നിട്ടില്ല. ഇപ്പോൾ ചെല്ലാനം പോലുള്ള പ്രദേശത്ത് ടെട്രോപാഡ് ഉണ്ടായിരുന്നു. അതെ, ഇവിടെ അതുപോലത്തെ ഒരു സംവിധാനം വേണമെന്ന് ശക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഉന്നയിക്കാറുണ്ട് വർഷങ്ങളായി. പക്ഷേ ആരും തന്നെ അതിനെ വകവെക്കാറില്ല. അതായത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ ആദിവാസികളോട് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ പരിതാപകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് മാറി വരുന്ന സർക്കാരുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഒരു പ്രതികാരം ഇന്നലെ ഇപ്പോൾ നമ്മുടെ സബ് കളക്ടർ വന്നായിരുന്നു ചേച്ചി. അവർ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ അണിയലിൽ വന്നു. അത് കഴിഞ്ഞ് അവർ നടന്ന് നേരെ സേതുമോ റോഡിലെത്തി. അവിടെ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും സമരസമിതിയുടെ വരാതെ അവർ വിട്ടുകളഞ്ഞു. കാരണം സമരം മുന്നോട്ട് പോകും, ശക്തമായിട്ട് തന്നെ സമരം മുന്നോട്ട് പോകും. ഇന്ന് 12 മണിക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തദ്ദേശവാസികളുടെ തീരുമാനം. പ്രദീപ് ജോസഫിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശത്ത് ചാക്ക ഭാഗത്ത് ഓൾ സയൻസ് കോളേജിന്റെ ഭാഗത്തായിരുന്നല്ലോ ഗോകുൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും വെള്ളം ഇറങ്ങിപ്പോകുന്ന ഏതെങ്കിലും ഒരു സൂചന ഉണ്ടോ? അതോ ഇപ്പോഴും ആ ദുരിതം അങ്ങനെ തന്നെ നിൽക്കുന്നോ? ദൃശ്യം കണ്ടാൽ അറിയാം, ഇപ്പം വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ കനത്ത മഴയായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ വെള്ളം ഇറങ്ങിപ്പോകാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ മതിലൊക്കെ ഇടിഞ്ഞു നിൽക്കുകയാണ്. എപ്പോൾ വേണേലും ആര് വന്ന് പിടിച്ചാൽ ഇടിഞ്ഞ് താഴെ പോകുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഭിത്തി അടക്കം ഇതുതന്നെയാണ് നിലവിലത്തെ സ്ഥിതി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും മറ്റ് പ്രദേശങ്ങളിലേക്ക് തന്നെ താമസം മാറി, ബന്ധുവീടുകളിലുമൊക്കെ ആയിട്ട് മാറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുള്ളവരുണ്ട്. ഏറിയ പങ്ക് ആളുകളും ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്കൊക്കെ സംവിധാനങ്ങളിലേക്കൊക്കെ മാറിയിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളടക്കമുണ്ട്. അവരൊക്കെ തന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്കൊക്കെ തന്നെ മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും നമ്മോടൊപ്പം തന്നെ കുറച്ച് വീട്ടമ്മമാർ കൂടെ ചേരുന്നുണ്ട്. എന്താ ചേച്ചി, ഇവിടെയാണോ വീട്? ഇവിടെ തന്നെ, ഞങ്ങൾ അടുത്തടുത്ത് തന്നെ വീട്. എന്താ എങ്ങനെയാണ് നടന്നൊക്കെ പോകുന്നത് വഴി? മോനെ വലിയ പാടുന്നു. എല്ലാവരും ഇങ്ങനെ ഈ വയസ്സായ നമ്മളെ മോനെ ഇപ്പോഴൊന്നും നമുക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു. മുമ്പ് വട്ടക്കായലിലാണ് വെള്ളം ഇട്ടുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഓടയിൽ വട്ടക്കായൽ റെയിൽവേ ലൈനിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് വട്ടക്കായൽ വഴി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അങ്ങനെയില്ല. ഓട വന്നതിന് ശേഷം വെള്ളം പോകുന്നില്ല. ഓടയുണ്ട്, പക്ഷെ വെള്ളം പോകുന്നു. ഓടയുണ്ട്, വെള്ളം പോകുന്നില്ല. പിന്നെ അവർ വിളിച്ച് പറയുമ്പം അവർ കോർപ്പറേഷനിൽ നിന്ന് വണ്ടി വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മോട്ടർ വെച്ചടിക്കും. പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് വീണ്ടും കൂടുതൽ എല്ലാവർക്കും വിഷമം തന്നെ മോനെ. ഒത്തിരി വീട്ടുകാർക്ക് വിഷമം. ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് ഒരു 10-12 വർഷം ഇവിടെ വന്നിട്ട്. അപ്പോൾ 17-ൽ പ്രളയം ഉണ്ടായി. അന്ന് റോഡിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് താമസിക്കുന്നിടത്തൊക്കൊട്ടൊന്നും വെള്ളമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2022 ഓട വന്നത്. ഈ ഓടയുടെ വെള്ളം
ഇത് നിറഞ്ഞ ഒരു ജലസംഭരണി പോലെയാണ് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം വെള്ളം കെട്ടി നിൽക്കും, ഒലിച്ചു പോകത്തില്ല. ഇവിടെ ഇപ്പൊ എത്ര ദിവസമായിട്ട് വെള്ളം കെട്ടി നിൽക്കുക? ഇതിപ്പോ മാസമായല്ലോ. അയ്യോ, ഒരു 5 മാസത്തിന് മുമ്പ് ഇതുപോലെ വെള്ളമായിരുന്നു. എല്ലാവരും ക്യാമ്പുകളിലായിരുന്നു. കുറച്ച് പേര് ആർട്സ് കോളേജിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വെട്ടാട് സ്കൂളിൽ, അങ്ങനെ ക്യാമ്പിലായിരുന്ന ആളുകൾ. മെയിൽ തുടങ്ങിയതാ വെള്ളം കെട്ടൽ. അന്ന് ചെറിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നുള്ളൂ. അന്നും വലിയ വെള്ളക്കെട്ടലായിരുന്നു. അത് കുറച്ചൊക്കെ അവര് ലോറി കൊണ്ടുവന്ന് അടിച്ച് കൊണ്ടുപോയി സക്കീത് കൊണ്ടുപോയപ്പോഴത്തേക്ക് കുറേയൊക്കെ ആശ്വാസം പിന്നെയും ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ തുടർന്നു ഇത് തന്നെ. ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. കുട്ടികളെ വയസ്സായവരാണ് മക്കളെ. നമ്മളെയൊക്കെ കാലൊന്നും അഴിവിതാ, കാലെല്ലാം കണ്ട അഴിവിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ ജീവിതം വലിയ ദുരിതത്തിൽ തന്നെയാണ്. വീട്ടമ്മമാർക്കടക്കം ഈ പ്രദേശത്ത് മുൻപ് ഞാൻ ഒരു പ്രദേശത്ത് ഇറങ്ങിയെങ്കിൽ ഈ പ്രദേശത്ത് ഇറങ്ങാൻ പറ്റില്ല. കാരണം അത്രത്തോളം ആഴമുള്ള ഒരു പ്രദേശമാണ്. അപ്പം ഈ